നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ബംഗ്ലാദേശിനുള്ള എല്ലാ സഹായ പദ്ധതികളും നിർത്തലാക്കാൻ അമേരിക്ക. ബംഗ്ലാദേശിന്റെ സമീപനം അമേരിക്കൻ നയത്തിന് വിരുദ്ധമെന്ന് ഡൊണാൾഡ് ട്രംപ്. മുൻ സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് ഒരാഴ്ച കൊണ്ട് ചെയ്തെന്ന് ട്രംപ്. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ച വനം വകുപ്പ്. വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ്, കർഫ്യൂ പ്രഖ്യാപിച്ചു. കടുവയുടെ ആക്രമണത്തിൽ RRT അംഗത്തിന് പരിക്ക്. കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തിയ വനം മന്ത്രിക്ക് നേരെ വൻ പ്രതിഷേധം. രാധയുടെ കുടുംബത്തിന് ആശ്രിത നിയമന ഉത്തരവ് കൈമാറി. റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാജ്യം. സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതി കർത്തവ്യപഥിൽ പരേഡ്. സംസ്ഥാനത്തും ആഘോഷങ്ങൾ. വികസിത ഭാരത്, വികസിത കേരളം വേണമെന്ന് ഗവർണർ. പാലക്കാട് നഗരസഭയിൽ BJP ഭരണം തുലാസിൽ. ജില്ലാ നേതൃത്വത്തോട് ഇടഞ്ഞ് 9 കൗൺസിലർമാർ. നാളെ രാജിക്കത്ത് നൽകും. എതിർപ്പ് പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റാക്കുന്നതിൽ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റേതെന്ന് കെ സുരേന്ദ്രൻ. വിമതരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യർ. സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങും. ശമ്പള പരിഷ്കരണമടക്കം ആവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം നാളെ മുതൽ. ബദൽ സംവിധാനം ഒരുക്കുമെന്ന് ഭക്ഷ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കടുവ ഭീതിയിൽ കഴിയുന്ന പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളുടെ പ്രതിഷേധ ചൂടറിഞ്ഞാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ വയനാട്ടിൽ നിന്നും മടങ്ങിയത്. നേരത്തെ പറഞ്ഞ പ്രസ്താവന തിരുത്തിച്ചും കടുവയെ കൊല്ലുമെന്ന് ഉറപ്പ് നേരിട്ട് വാങ്ങിയുമാണ് നാട്ടുകാർ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മകന് വനം വകുപ്പിൽ താൽക്കാലിക നിയമന ഉത്തരവ് മന്ത്രി കുടുംബത്തിന് കൈമാറി. ശേഷമാണ് മന്ത്രി AK ശശീന്ദ്രൻ പഞ്ചാരക്കൊല്ലിയിലെത്തിയത്. രാധയുടെ വീടിന് സമീപം പ്രദേശവാസികൾ മന്ത്രിയെ തടഞ്ഞു. നൂറുകണക്കിന് ആളുകൾ റോഡിൽ തമ്പടിച്ചു. മന്ത്രിയെ ഗോബാക്ക് വിളിച്ചും കൂകി വിളിച്ചും ജനരോഷം. രാധ ആക്രമിക്കപ്പെട്ടത് കാട്ടിലാണെന്ന പ്രസ്താവന പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. വനം വകുപ്പ് മന്ത്രി ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ആ പ്രദേശത്ത് അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരം ഉണ്ടാവുന്നത്. ഒന്ന്, രാധേച്ചിയെ കടുവ പിടിച്ച അന്ന് അവര് ആദ്യത്തെ വനം വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വനത്തിന്റെ അകത്ത് നിന്നാണ് രാധേച്ചിയെ കടുവ പിടിച്ചതെന്ന. അത് പൊതുസമൂഹത്തിൽ ഒരു ക്യാബിനറ്റ് അംഗമാണ്. കടുവേനെ പിടിച്ച് കൊല്ലണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവര് നാളെ പണിക്ക് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ പോവില്ല. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ജനങ്ങളെ പിന്തിരിപ്പിക്കാനായില്ല. മണിക്കൂറുകളോളം മന്ത്രി പ്രതിഷേധ ചുടർന്നു. ശേഷം രാധയുടെ വീട്ടിലെത്തി. രാധയുടെ മൂത്ത മകന് വനം വകുപ്പിൽ താൽക്കാലിക നിയമനം നൽകി. ഉത്തരവ് കുടുംബത്തിന് കൈമാറി. മന്ത്രിയെ തടയാനായിരുന്നു നാട്ടുകാരുടെ ശ്രമം. എന്നാൽ ചർച്ചയാകാം, പരിഹാരമാകാം എന്ന ഉറപ്പിൽ മന്ത്രിയെ പോകാൻ അനുവദിച്ചു. ഗസ്റ്റ് ഹൌസിലെ ചർച്ചകൾക്കൊടുവിൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് നൽകിയെന്നും രാഷ്ട്രീയ പ്രേരിതമെന്ന് താൻ പറഞ്ഞത് BD സതീശന്റെ യാത്രയെ പറ്റിയാണെന്നും മന്ത്രി വിശദീകരിച്ചു. ഞാൻ ഈ സമരത്തെ അപലപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുക്കുകയുണ്ടായത് ദൗർഭാഗ്യമായി. ഞാൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയമാണ്, ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യത്തിലുള്ള പ്രതിഷേധ സമരത്തെ ഞാൻ തള്ളിപ്പറയില്ല. വനം മന്ത്രിയുടെ ഉറപ്പിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. കടുവ ദൗത്യം തുടരുന്നതിനാൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ കൂടുതൽ സംഘങ്ങൾ. 10 സംഘങ്ങളാണ് വയനാട്ടിലേക്ക് എത്തുക. ഓരോ സംഘത്തിലും 8 പേർ വീതമായിരിക്കും ഉണ്ടായിരിക്കുക. പോലീസിലെ ഷാർപ്പ് ഷൂട്ടേഴ്സും സംഘത്തിൽ. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. 8 സംഘങ്ങളായി നാളെ വനാതിർത്തി വളയും. പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു.
48 മണിക്കൂർ അതിനിർണായകം. പഞ്ചാരക്കൊല്ലിയെ വിറപ്പിക്കുന്ന കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള നിർണായക നീക്കത്തിനാണ് ദൗത്യസംഘം തയ്യാറെടുക്കുന്നത്. ഇതിനായി ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറായി. നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിലിന് 8 പേർ അടങ്ങുന്ന 10 ടീമുകളിലായി 80 പേരാണ് രാവും പകലും പട്രോളിംഗ് നടത്തുന്നത്. അതീവ ജാഗ്രതയുള്ളതിനാൽ പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. കടുവയെ എത്രയും വേഗം വെടിവെച്ചു കൊല്ലാനാണ് തീരുമാനം. അടിയന്തര ആവശ്യങ്ങൾക്കായി 50 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് പണം കൈമാറുക. ഇന്ന് ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. ഇന്ന് തെരച്ചിൽ നടക്കുന്നതിനിടയിൽ കടുവ RRT അംഗത്തെ ആക്രമിച്ചിരുന്നു. സംഘാംഗം ജയസൂര്യയുടെ വലതു കൈക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കടുവ ദേഹത്തേക്ക് ചാടി വീഴുകയായിരുന്നു. ഷീൽഡ് കൊണ്ട് തടഞ്ഞതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ജയസൂര്യയെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. RRT സംഘം കടുവയെ വെടിവെച്ചെങ്കിലും കൊണ്ടില്ല. കടുവ നിലവിൽ ദൗത്യസംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലാണ്. തിരച്ചിലിനായി കുങ്കിയാനകളെയും എത്തിച്ചു. കടുവയെ കൊല്ലാൻ ഉത്തരവിറങ്ങുന്നത് ആദ്യമായാണ്. 2013 ബത്തേരി മൂലങ്കാവിൽ ഉത്തരവില്ലാതെ കടുവയെ കൊന്നിരുന്നു. അന്ന് വനവകുപ്പ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കടുവയെയാണ് വെടിവെച്ചു കൊന്നത്. ക്യാമറമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. വന്യജീവി ആക്രമണം നടക്കവേ സ്വകാര്യ പരിപാടിയിൽ മന്ത്രി AK ശശീന്ദ്രൻ പാട്ടുപാടിയ വിഷയത്തിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. മന്ത്രി കേരളത്തോട് മാപ്പ് പറയണമെന്നും റോമാ സാമ്രാജ്യം കത്തിയപ്പോൾ ചക്രവർത്തി വീണ വായിച്ചതുപോലെയാണ് AK ശശീന്ദ്രന്റെ പ്രവൃത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു. ഒരു പാവം ആദിവാസി സ്ത്രീയെ കടുവ കൊന്ന് ആ കടുവ വീതിയിൽ ഒരു ജനത മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ മന്ത്രിക്ക് പാട്ടുപാടാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് സംസ്കാരത്തിൽ വന്ന ഒരാളല്ലേ, അദ്ദേഹത്തിന് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അതുകൊണ്ട് അദ്ദേഹം ഈ കേരളത്തിനോട് തന്നെ അദ്ദേഹം മാപ്പ് ചോദിക്കാം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നത് സർക്കാരിന്റെ പരാജയമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി MLA. സർക്കാർ അലംഭാവം മാറ്റി ഉണർന്ന് പ്രവർത്തിക്കണം. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സ്ഥിരം സംവിധാനം വേണം. UDF ആണ് അധികാരത്തിലുണ്ടായിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ, പറയുന്നവരൊക്കെ പറയട്ടെ എന്നാണ് സർക്കാരിന്റെ നിലപാട് എന്നും അദ്ദേഹം പറഞ്ഞു. വനമന്ത്രി പാട്ടുപാടിയതിനെയും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. അല്പം അലംഭാവം വിട്ട് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വനമേഖലയിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കാൻ കഴിയും. വനാതിർത്തികളിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവണം. നമ്മൾ ഫയർഫോഴ്സ് നിൽക്കുന്നില്ലേ, അതേപോലെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവണം. പാട്ടുപാടിയ സംഭവത്തിൽ തനിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. വിമർശനങ്ങളെ അംഗീകരിക്കുന്നുവെന്നും താൻ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ പാട്ടുപാടിയത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഒരു ഐറ്റമാണത്. ഇന്നിപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചില്ലേ. 76ാമത് റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം. കർത്തവ്യപഥിലെ പരേഡിന് സാക്ഷിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ മുഖ്യാതിഥിയായിരുന്നു. .129 हेलीकॉप्टर यूनिट के Mi-17 V5 हेलीकॉप्टर कर्तव्य पथ की ओर उड़ान भरते हुए फॉर्मेशन का नेतृत्व कर रहे हैं ग्रुप कैप्टन आलोक अहलावत. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്നതായിരുന്നു കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. പരേഡ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു. ഡിജിറ്റൽ സന്ദർശക ഡയറിയിൽ റിപ്പബ്ലിക് ദിന സന്ദേശം കുറിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി കർത്തവ്യപഥിലെത്തിയ രാഷ്ട്രപതി ത്രിവർണ്ണ പതാകയെ സല്യൂട്ട് ചെയ്തതിനു ശേഷം പരേഡ് ആരംഭിച്ചു. രാഷ്ട്രപതിക്കൊപ്പം മുഖ്യാതിഥിയും ഉണ്ടായിരുന്നു. 300 കലാകാരന്മാർ അണിനിരന്ന സംഗീത സംഗമത്തോടു കൂടിയാണ് പരേഡിന് തുടക്കമായത്. കര, വ്യോമ, നാവിക സേനകളുടെ പ്രകടനത്തിനൊപ്പം സ്വർണിം ഭാരത് വിരാസിത് ഓർ വികാസ് എന്ന പ്രമേയത്തിൽ 31 ടാബ്ലോകളും പരേഡിൽ അണിനിരന്നു. Kartavya Path, the musical instruments and
picture perfect positioning with 39 battle honours. Their motto, Ashwa Shakti Yashabal. ഇന്തോനേഷ്യൻ സേന, ഇന്തോനേഷ്യൻ സൈനിക ബാൻഡ് എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ടാങ്കറുകളും സൈനിക വാഹനങ്ങളും പരേഡിനായി ഒരുക്കിയിരുന്നു. വ്യോമസേനയുടെ 40 യുദ്ധവിമാനങ്ങളാണ് ആകാശത്ത് വർണ്ണക്കാഴ്ചയൊരുക്കിയത്. 5000-ഓളം കലാകാരന്മാർ പരേഡിൽ അണിനിരന്നു. ഇത്രയുമധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന പരേഡും ഇതാദ്യമാണ്. ക്ഷണിക്കപ്പെട്ട 10,000 അതിഥികളാണ് റിപ്പബ്ലിക് ദിന പരേഡ് കാണാനെത്തിയത്. ന്യൂസ് ഡെസ്ക് അമൃത ടിവി. സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പതാകയുയർത്തി. മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി ദീർഘവീക്ഷണമുണ്ടെന്നും വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണുള്ളതെന്നും റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ ഗവർണറുടെ പ്രശംസ. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പതാക ഉയർത്തി. രാവിലെ 9 മണിക്ക് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. മന്ത്രിമാരായ GR അനിൽ, V ശിവൻകുട്ടി, മറ്റ് ജനപ്രതിനിധികൾ, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം ജില്ലാ കളക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച ഗവർണർ തുറന്ന ജീപ്പിൽ പരേഡ് പരിശോധിച്ചു. റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്ക് ഗവർണറുടെ പ്രശംസ. മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവീക്ഷണമുണ്ടെന്നും വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളതെന്നും ഗവർണർ പറഞ്ഞു. Honorable Chief Minister, he has a vision for our state. He wants to do something for our state. Vikasit Bharat cannot go ahead without Vikasit Kerala. We have to have developed and Vikasit Kerala. And my friend Mananiya Vijayanji, he has understood it very properly and he tries to do this. ഇന്ത്യൻ കരസേനയുടെ കമാൻഡർ മേജർ ജെ അജന്തറാണ് പരേഡ് നയിച്ചത്. വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. പ്ലറ്റൂണിനെ ആംദ പോലീസ് ഇൻസ്പെക്ടർ ഉമേഷ് പി നയിക്കുന്നു. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസും പരേഡിൽ അണിനിരന്നു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ ദേശഭക്തി ഗാനവും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാതാ അമൃതാനന്ദമയി മഠത്തിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ലോകത്തിലെ സകല സൃഷ്ടികളോടും സ്നേഹത്തോടെയും ആദരവോടെയും പെരുമാറേണ്ടത് നമ്മുടെ ധർമ്മമാണെന്നും ഈ ദർശനം തന്നെയാണ് ഭാരതം ലോകത്തിന് നൽകുന്ന സന്ദേശമെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. കൊല്ലം അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിലായിരുന്നു ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷം. സുരക്ഷാ ചുമതലയിലുള്ള CRPF 221 ബറ്റാലിയൻ F കമ്പനി ഉദ്യോഗസ്ഥർ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ദേശീയ പതാക കൈമാറി. മുതിർന്ന സന്യാസി ശ്രേഷ്ഠൻ സ്വാമി തുരിയാമൃതാനന്ദപുരി ദേശീയ പതാക ഉയർത്തി. അമ്മയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തി പ്രാർത്ഥനയും സത്സംഗവും നടന്നു. അമ്മ റിപ്പബ്ലിക് ദിന സന്ദേശവും പകർന്നു. തുടർന്ന് ഏവർക്കും മധുരവും വിതരണം ചെയ്തു. CRPF കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ആശ്രമത്തിൽ ഡ്യൂട്ടിയിലുള്ള കേരള പോലീസ് ഉദ്യോഗസ്ഥർ, ആശ്രമ അന്തേവാസികൾ, ബ്രഹ്മചാരിമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അമൃത സ്കൂൾ ഫോർ ബയോടെക്നോളജി ഡീൻ ഡോക്ടർ ബിപിൻജി നായർ ദേശീയ പതാക ഉയർത്തി. സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫീച്ചേഴ്സ് പ്രിൻസിപ്പൽ ഡോക്ടർ M രവിശങ്കർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊല്ലം. ഗൾഫ് രാജ്യങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. അബുദാബിയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയാങ്കണത്തിൽ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ വിവിധ സംഘടനാ നേതാക്കൾ, സ്കൂൾ കുട്ടികൾ, ബിസിനസ് പ്രമുഖർ, തൊഴിലാളികൾ എന്നു തുടങ്ങി ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവർ സംബന്ധിച്ചു. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം ഇന്ത്യൻ സ്ഥാനപതി വായിച്ചു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. കോൺസുലർ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. UAE പ്രവാസി സംഘടന കാര്യാലയങ്ങൾ, ഇന്ത്യൻ സ്കൂളുകൾ എന്നിവിടങ്ങളിലും ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു.
റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാര പട്ടികയിൽ കുവൈത്തിൽ നിന്നുള്ള രാജകുടുംബാംഗവും ഷെയ്ഖ ജാബർ അൽ അലി അൽ സബാഹിനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. കുവൈത്തിലെ യോഗ പരിശീലകയായ ഇവർ ഈ രംഗത്ത് നടത്തിയ മികച്ച സംഭാവനകൾ മുൻനിർത്തിയാണ് പത്മ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. 48-കാരിയായ ഷെയ്ഖയാണ് കുവൈത്തിലെ ആദ്യത്തെ ലൈസൻസ് നേടിയ യോഗ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചത്. കുവൈത്തിലെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തുന്ന ഷെയ്ഖ കഴിഞ്ഞ ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈത്ത് സന്ദർശന വേളയിൽ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കുവൈത്തിലും 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് വൈഖ രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ദേശഭക്തി നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ അംബാസിഡർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. കുവൈത്തിലെ ഇന്ത്യക്കാർക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്ന അംബാസിഡർ കുവൈത്ത് ജനതയ്ക്കും ഭരണാധികാരികൾക്കും നന്ദി പറഞ്ഞു. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള സൗഹൃദപരമായ ബന്ധത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് സർക്കാരിനോടും ജനങ്ങളോടും നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് പ്രതികൂല കാലാവസ്ഥയിലും ചടങ്ങിൽ പങ്കെടുക്കുവാൻ കുവൈത്തിലെ ഇന്ത്യൻ എംബസി കാര്യാലയത്തിൽ എത്തിയത്. സൗദിയിൽ റിയാദ് ഇന്ത്യൻ എംബസിയിലും ജിദ്ദ കോൺസുലേറ്റിലും ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. റിയാദ് എംബസി അങ്കണത്തിൽ രാവിലെ 8-ന് അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിനെ അംബാസിഡർ അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദേശം അദ്ദേഹം വായിച്ചു. ഈ വർഷം പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച ഡോക്ടർ ഖുർഷിദ് ഖാനെ ആദരിക്കുകയും ചെയ്തു. റിപ്പബ്ലിക് ദിനാഘോഷം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലും വിപുലമായി സംഘടിപ്പിച്ചു. ചടങ്ങിൽ കോൺസുലർ ജനറൽ ഫഹദ് അഹ്മാഖാൻ സുരി ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ സന്ദേശം അദ്ദേഹം വായിച്ചു. കൊമേഴ്സ്, പ്രസ് ആൻഡ് ഇൻഫർമേഷൻ കോൺസുലർ മുഹമ്മദ് ഹാഷിം ചടങ്ങ് നിയന്ത്രിച്ചു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി, കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ, മറ്റുള്ളവർ തുടങ്ങി നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സ്കൂൾ അങ്കണത്തിൽ ആഘോഷിച്ചു. വിവിധ പരിപാടികൾ അരങ്ങേറി. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ 269 തൊഴിലുകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം തീരുമാനിച്ചു. ആരോഗ്യ, വാണിജ്യ, മുനിസിപ്പൽ, പാർപ്പിടകാര്യ മന്ത്രാലയങ്ങളുടെ മേൽനോട്ടത്തിന് കീഴിലുള്ള വ്യത്യസ്ത മേഖലകളിൽ ഡെന്റൽ മെഡിസിൻ, ഫാർമസി, അക്കൗണ്ടിംഗ്, എഞ്ചിനീയറിംഗ് തൊഴിലുകളടക്കം 269 പ്രൊഫഷനുകളിലാണ് സൗദിവൽക്കരണം നടപ്പാക്കുന്നത്. ജൂലൈ 23 മുതൽ ഫാർമസി മേഖലയിൽ സൗദിവൽക്കരണ അനുപാതം ഉയർത്തും. കമ്മ്യൂണിറ്റി ഫാർമസി, മെഡിക്കൽ കോംപ്ലക്സ് മേഖലയിൽ 35%, ആശുപത്രികളിലെ ഫാർമസി മേഖലകളിൽ 65%, മറ്റു ഫാർമസികളിൽ 55%മാണ് നിർബന്ധിത സൗദി ഉയർത്തുക. 5 അതിൽ കൂടുതലും ഫാർമസിസ്റ്റുകൾ ജോലി ചെയ്യുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമാണ്. ഇതുപോലെ മറ്റു മേഖലകളിലും ഘട്ടം ഘട്ടമായി നിർബന്ധിത സൗദിവൽക്കരണ അനുപാതം ഉയർത്തുന്നുണ്ട്. കുവൈത്തിൽ ഹാജർ സംവിധാനം രേഖപ്പെടുത്താൻ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്ഥാപിച്ച മുഴുവൻ മാനുവൽ ഫിംഗർ പ്രിന്റിംഗ്, ഫേഷ്യൽ ഐഡന്റിഫിക്കേഷൻ ഉപകരണങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ നീക്കം ചെയ്യുമെന്ന് ഡിജിറ്റൽ ഹെൽത്ത് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ആദൽ അൽ റാഷിദി. ജീവനക്കാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിന് പൂർണ്ണമായും സ്മാർട്ട് ഫിംഗർ പ്രിന്റിംഗ് ആപ്ലിക്കേഷൻ ആശ്രയിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ ആപ്ലിക്കേഷന് സജീവമാക്കുന്നതിന് ജീവനക്കാർ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നും പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നത് എളുപ്പമാക്കുന്നതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും മന്ത്രാലയം നൽകുമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവ് ഡോക്ടർ സയ്യിദ് അൻവർ ഖുറൈഷിദിനെ ഡോക്ടർ പോൾ NLP അസോസിയേഷൻ റിയാദ് ഘടകം ആദരിച്ചു. ഡോക്ടർ പോൾ തോമസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സൂരജ് പാണയിൽ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഐമാൻ തക്രൂരി മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് വിശിഷ്ടാതിഥിയായിരുന്നു. ഷിജിത് സലീം മാഹി, സാദിഖ് ഷംനാഥ് കരുനാഗപ്പള്ളി, രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ഡോക്ടർ സയ്യിദ് അൻവർ ഖുർഷിദിനുള്ള ഉപഹാരം NLP പോൾ തോമസ് കൈമാറി. അമേരിക്കയിലേക്ക് മത്സരിക്കാൻ സെലക്ഷൻ ലഭിച്ച മിഡിൽ ഈസ്റ്റ് റോബോട്ടിക് സ്കൂൾ ലെവൽ വിന്നർ NS പാർവണേന്ദുവിനെ ചടങ്ങിൽ ആദരിച്ചു. വിനോദ് കൃഷ്ണ, ഷുക്കൂർ പൂക്കയിൽ, സുജ മാത്യു എന്നിവർ പരിപാടി നിയന്ത്രിച്ചു.
പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ബഹ്റൈൻ പാർലമെന്റ് വീണ്ടും ചർച്ചയ്ക്കെടുക്കുന്നു. ബഹ്റൈൻ പാർലമെന്റിന്റെ സാമ്പത്തിക ധനകാര്യ കമ്മിറ്റി ഈ നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ഷൂറ കൗൺസിൽ തള്ളിയ നിർദ്ദേശം പാർലമെന്റിൽ വീണ്ടും ചർച്ചയ്ക്ക് വന്നുവെന്നാണ് വിവരം. അടുത്ത ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ചുള്ള കരട് നിയമം പാർലമെന്റ് ചർച്ച ചെയ്തേക്കും. ബഹ്റൈനിലെ പ്രവാസികൾ രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്ന പണത്തിന് 2% നികുതി ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരിടത്തും പ്രവാസികൾ അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തുന്നില്ല. നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നാൽ മലയാളികൾ അടക്കമുള്ള പ്രവാസികളെ ബാധിക്കും. UAE ഏർപ്പെടുത്തിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി പ്രകാരം കഴിഞ്ഞ വർഷം 10,500 പേർക്ക് ആനുകൂല്യം ലഭിച്ചതായി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ജോലി നഷ്ടപ്പെടുന്നവർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ 60% വരെ 3 മാസത്തേക്ക് ലഭിക്കുന്നതാണ് പദ്ധതി. 90 ലക്ഷത്തിലേറെ പേർ നിലവിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ അംഗത്വമെടുത്തു എന്നാണ് കണക്ക്. സർക്കാർ സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ഇൻഷുറൻസ് നിർബന്ധമാണ്. 3 മാസത്തിൽ കൂടുതൽ പ്രീമിയം തുക അടയ്ക്കാതിരുന്നാൽ 200 ദിർഹമാണ് പിഴ. പദ്ധതിയിൽ അംഗത്വമെടുക്കാത്തവർ 400 ദിർഹം പിഴയൊടുക്കേണ്ടി വരും. പ്രതിമാസ ശമ്പളം 10,000-ൽ കുറവുള്ളവർ പ്രതിമാസം 5 ദിർഹവും 10,000-ൽ കൂടുതൽ ശമ്പളമുള്ളവർ പ്രതിമാസം 10 ദിർഹവുമാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. അപ്രതീക്ഷിതമായി തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു ജോലി കണ്ടെത്തുന്നത് വരെയുള്ള ദൈനംദിന ചെലവുകൾക്ക് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ഉപകരിക്കും. ബംഗ്ലാദേശിനെതിരെ കടുത്ത നടപടിയുമായി അമേരിക്ക. ബംഗ്ലാദേശിനുള്ള എല്ലാ സഹായ പദ്ധതികളും നിർത്തലാക്കാൻ ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ്. വിവിധ രാജ്യങ്ങൾക്കുള്ള ധനസഹായം താൽക്കാലികമായി മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിനെതിരായ നടപടി. വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായധനം വിലയിരുത്തുന്നതിനായി 90 ദിവസത്തേക്ക് മരവിപ്പിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിനെതിരായ നടപടി. മുഹമ്മദ് യൂനൂസിന്റെ ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിനുള്ള എല്ലാ സഹായങ്ങളും നിർത്തലാക്കാനാണ് US-ന്റെ തീരുമാനം. അമേരിക്കയുടെ വിദേശ നയവുമായി പൊരുത്തപ്പെടാത്ത സമീപനമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ പെട്ടെന്നുള്ള തീരുമാനം ബംഗ്ലാദേശിൽ US ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന ഉൾപ്പെടെയുള്ളവരിൽ കാര്യമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. 1971-ൽ ബംഗ്ലാദേശ് സ്ഥാപിതമായതു മുതൽ ഏറ്റവും അധികം സഹായം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. 2023 സാമ്പത്തിക വർഷത്തിൽ ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകിയ രാജ്യമാണ് US. $72 ബില്യൺ സഹായമാണ് അമേരിക്ക നൽകിയത്. വിവിധ രാജ്യങ്ങളുടെ വികസനത്തിനുള്ള US ഏജൻസി നിലവിൽ നൽകുന്ന സഹായധനം, കരാറുകൾ, ഗ്രാന്റുകൾ, സഹായ പദ്ധതികൾ എന്നിവ മരവിപ്പിക്കുന്നതായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇതിനോടകം പുറത്തിറങ്ങി. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, അടിസ്ഥാന വിദ്യാഭ്യാസം, പാരിസ്ഥിതിക പദ്ധതികൾ തുടങ്ങിയവയ്ക്കും US സഹായം നൽകുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബംഗ്ലാദേശ് US-ന്റെ ഈ തീരുമാനത്തെ തുടർന്ന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് കടുത്ത തിരിച്ചടിയാണ് ട്രംപിന്റെ നടപടി. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി US-ലെത്തിയ S. ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ചർച്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പാലക്കാട്ടെ BJP-യിൽ പൊട്ടിത്തെറി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ BJP ജില്ലാ പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിനെതിരെ മുതിർന്ന നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി അധ്യക്ഷനെ തെരഞ്ഞെടുത്തു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആക്ഷേപം. ഈ നീക്കത്തിൽ പ്രതിഷേധിച്ച് ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെ 6ഓളം പേർ രാജിസന്നദ്ധത അറിയിച്ചെന്നാണ് സൂചന. മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ ഇവർ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. സർക്കാർ റേഷൻ വ്യാപാരി തർക്കം തുടരുന്നു. സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം. റേഷൻ നിഷേധിക്കപ്പെട്ടാൽ ഗുണഭോക്താവിന് പണം നൽകേണ്ടി വരുമെന്ന വ്യാപാരികൾ മുന്നറിയിപ്പുമായി ഭക്ഷ്യമന്ത്രി. ഗുണഭോക്താവിന് പരാതി നൽകാൻ സിവിൽ സപ്ലൈസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നു. പോസ് മെഷീനും ഭക്ഷ്യധാന്യങ്ങളും സർക്കാരിൻ്റെതാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. മലയാളിക്കായി ചിരിയുടെ മായാലോകം സൃഷ്ടിച്ച പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫിക്ക് വിട. പൊതുദർശനം നടന്ന കലൂരിലും വീട്ടിലും സിനിമാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഷാഫിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കലൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. മലയാള സിനിമയിൽ പൊട്ടിച്ചിരിയുടെ വസന്തകാലം തീർത്ത പ്രിയ സംവിധായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് എത്തിയത്. കലൂർ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പൊതുദർശനം. മമ്മൂട്ടി, സുരേഷ് ഗോപി, മനോജ് K. ജയൻ, പൃഥ്വിരാജ്, ഇന്ദ്രൻസ്, സംവിധായകരായ രഞ്ജിത്ത്, സിബി മലയിൽ, വിനയൻ, മന്ത്രി P. രാജീവ് തുടങ്ങിയവർ ഷാഫിക്ക് അന്തിമോപചാരം അർപ്പിച്ചു.
ഏറെ ആത്മബന്ധമുള്ള പ്രിയ സുഹൃത്തിന്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ വേദന നൽകുന്നതാണെന്ന് നടൻ ഇന്ദ്രൻസ് പറഞ്ഞു. നിരന്തരം വിളിക്കുകയും കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ഇനി വർക്ക് ചെയ്യാനും ഒക്കെ ഒത്തിരി മോഹിച്ചതിനിടയ്ക്കാണല്ലോ പെട്ടെന്ന് പോയി. വിനയൻ, സിബി മലയിൽ, രഞ്ജിത്ത് തുടങ്ങിയവരും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മലയാള സിനിമയിലെ ഒട്ടനവധി വിജയ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു ഷാഫി. പൊതുദർശനത്തിന് ശേഷം വീട്ടിൽ മതപരമായ ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ കലൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. തലച്ചോറിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ച ഷാഫി ഒരാഴ്ചയായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്നലെ രാത്രിയിലായിരുന്നു വിയോഗം. അമൃത ന്യൂസ്, കൊച്ചി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ നിലനിർത്തി. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സ് വെരേവിനെ പരാജയപ്പെടുത്തിയാണ് സിന്നറുടെ കിരീട നേട്ടം. തുടർച്ചയായ 2ാം തവണയാണ് സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യനാകുന്നത്. ജിദ്ദ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സോക്കർ ഫെസ്റ്റ് സീസൺ 2 എന്ന പേരിൽ 2025 ജിദ്ദ മഹജർ എംബറോർ സ്റ്റേഡിയത്തിൽ വെച്ച് ജനുവരി 30 രാത്രി 9 മണി മുതൽ ജിദ്ദയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രമുഖരായ 8 ടീമുകളെ പങ്കെടുപ്പിച്ച് ഫുട്ബോൾ മേള നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിന് അറിയിച്ചു. മത്സരത്തിലെ വിന്നേഴ്സിന് 4001 റിയാൽ പ്രൈസ് മണിയും ട്രോഫിയും, റണ്ണേഴ്സിന് 2001 റിയാലും ട്രോഫിയും സമ്മാനമായി നൽകും. പരിപാടിയിൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരേഡുകളും വനിതാ വിങ്ങിന്റെ കീഴിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഇബ്രാഹിം കൊല്ലി, സൈനുൽ ആബിദീൻ, അബ്ദുൾ സലാം, സുബൈർ വാണിമേൽ, സാലിഹ് പൊയിൽത്തൊടി, അസൻകോയ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.